റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വാഹന കണ്ടുകെട്ടൽ കേന്ദ്രങ്ങളുമായി MVD. റിപ്പോർട്ടർ ഇമ്പാക്റ്റ് ആണ്. സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് കേന്ദ്രങ്ങൾ ആരംഭിക്കുക. MVD ഓഫീസ്, പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലെ സ്ഥലപരിമിതി മറികടക്കാനാണ് നീക്കം. കേന്ദ്രങ്ങൾക്ക് ചുറ്റുമതിലും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിക്കും. സുരക്ഷാ ജീവനക്കാരനെയും നിയോഗിക്കും. ആഷൻ ഡിയാഗോയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആഷൻ ഡിയാഗോ, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ റിപ്പോർട്ടർ TV നടത്തിയൊരു വലിയ ക്യാമ്പയിനായിരുന്നു. ഈ പൊതു ഇടങ്ങളിൽ വാഹനങ്ങൾ കേസിൽ നൂലാമാലകളിൽ കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾ, അതുണ്ടാക്കുന്ന ജനങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട്, ഇതൊക്കെ നമ്മൾ വിശദമായി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ അന്ന് തന്നെ നമ്മൾ നിർദ്ദേശിച്ചതാണ് ഇത്തരം വാഹനങ്ങൾക്കൊരു ഡംപിംഗ് യാർഡ് ഉണ്ടാക്കണം. അതിനിപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ടിറങ്ങുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? എങ്ങനെയാണ് ഈ വാഹന കേന്ദ്രങ്ങൾ, പാർക്കിംഗ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോകുന്നത് MVD? അരുൺ, തീർച്ചയായും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പതിവായി ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുക്കുന്ന വാഹനങ്ങളെല്ലാം ഒന്നുകിൽ റോഡ് സൈഡിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഫുട്പാത്തിലൊക്കെ മഴയും വെയിലും ഏറ്റ് അങ്ങനെ കിടന്ന് തുരുമ്പിക്കുകയാണ് പതിവ്. പക്ഷേ ഈ സ്ഥലപരിമിതി കൊണ്ട് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും ഇത്തരത്തിൽ റോഡിലേക്ക് വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ ഇടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. പോലീസ് സ്റ്റേഷനുകളിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇത്തരത്തിൽ വാഹനങ്ങൾ ഇടുന്നതിനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങുന്ന ഈ കേന്ദ്രങ്ങൾ, പിടിച്ചെടുക്കൽ കേന്ദ്രങ്ങൾ വഴി ഇതിനൊരു പരിഹാരം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയാണ് മോട്ടോർ വാഹന വകുപ്പ് ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ അംഗീകരിക്കുന്ന ആളുകളുമായി സഹകരിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു കേന്ദ്രങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ്. പ്രധാനമായും മോട്ടോർ വാഹന വകുപ്പ് ആവശ്യപ്പെടുന്നത് ഈ കേന്ദ്രങ്ങൾക്ക് ചുറ്റുമതിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. സുരക്ഷയ്ക്ക് വേണ്ടി സുരക്ഷാ ക്യാമറകൾ വേണം, ഒരു സുരക്ഷാ ജീവനക്കാരനടക്കം വേണം എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന മാനദണ്ഡങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി മുതൽ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ ഈ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പും ഉദ്ദേശിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പും ഇനി മുതൽ വാഹനങ്ങൾ പിടിച്ചെടുക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും നികുതി അടയ്ക്കാത്ത വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ച് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, സ്ഥിരമായ നിയമലംഘനങ്ങൾ നടത്തുന്ന വാഹനങ്ങൾ, പിഴ അടയ്ക്കാൻ തയ്യാറാകാത്ത ഉടമകളുടെ വാഹനങ്ങൾ എന്നിവയും ഇത്തരത്തിൽ ഈ കേന്ദ്രങ്ങളിലേക്ക് പിടിച്ചിടാനും തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ കേന്ദ്രങ്ങളിലേക്ക് ഇത്തരത്തിൽ കൊണ്ടുവരുന്ന വാഹനങ്ങൾ പിന്നീട് കൊണ്ടുപോകാനും കഴിയും. അതിന് ഈ രസീത്, അതായത് ഈ പിഴ അടച്ചതിൻ്റെ രസീത് ഇവിടെ കൊണ്ടുവന്ന് ഈ സുരക്ഷാ ജീവനക്കാരനെ കാണിച്ചതിന് ശേഷം ഈ വാഹനങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാനും കഴിയും. മാത്രമല്ല, ഈ വാഹനങ്ങൾ ഇവിടെ സൂക്ഷിക്കുന്നതിന് ഒരു നിശ്ചിത തുകയും നൽകേണ്ടി വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോൾ എന്തായാലും KSRTCയുടെ ഈഞ്ചക്കലിലുള്ള സ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പ് ഇത് നിലവിൽ ഇങ്ങനെ നടത്തുന്നുണ്ട്. പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ അവിടേക്ക് കൊണ്ടുപോയി അവിടെ സൂക്ഷിക്കലാണ് പതിവ് എന്നുള്ളതാണ്. എന്തായാലും കൂടുതൽ കേന്ദ്രങ്ങൾ പല ഭാഗങ്ങളിലേക്ക് തുടങ്ങുമ്പോൾ ഇത്തരത്തിൽ റോഡ് സൈഡിലേക്ക് വാഹനങ്ങൾ പിടിച്ചിടുന്നതും അത് ഗതാഗത പ്രശ്നമുണ്ടാക്കുകയോ അല്ലെങ്കിൽ കാൽനട യാത്രക്കാർക്ക് പ്രശ്നമുണ്ടാക്കുകയോ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം അതിൽ നിന്ന് മാറാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇത്തരത്തിൽ പിടിച്ചെടുക്കൽ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, റോഡ് സുരക്ഷ, അതുപോലെ തന്നെ സർക്കാരിലേക്ക് വരേണ്ട വരുമാനം അത് കൂടുതൽ കാര്യക്ഷമമായി പിരിച്ചെടുക്കുന്നതിന് കൃത്യമായി എടുക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിൽ കൂടിയാണ് ഈ ഒരു കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത്. അരുൺ, താങ്ക് യു. ആഷൻ ഡിയാഗോയാണ് നമുക്കൊപ്പം ചേർന്നത്.